അപ്പോൾ നമുക്കപ്പോൾ ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. കുച്ചിപ്പുടി ഡാൻസർ ഡോക്ടർ അശ്വതി നമ്പ്യാർ. ഞങ്ങളുടെ ഓഫീസിൽ 4 അശ്വതിമാരുണ്ട്. ഇപ്പോൾ ഒരു അശ്വതി കൂടി പുത്തൻപുലിയിലേക്ക് ഒരു അതിഥി കൂടി അശ്വതി എന്ന പേരിൽ അശ്വിനിയാണ്. സോറി. അപ്പോൾ അശ്വിനി നമ്പ്യാരാണ് ഈ കലോത്സവ ഓർമ്മകൾ പറഞ്ഞു തുടങ്ങിയാൽ. കലോത്സവങ്ങൾ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം ഞാൻ കേരള കലാമണ്ഡലത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിലും വലിയ കാര്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ തുടർന്ന് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലായിരുന്നു കൂടുതലും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് നൃത്തപ്രതിഭയൊക്കെയായിരുന്നു. അത് നല്ലൊരു അനുഭവമായിരുന്നു. നമുക്ക് വളർന്നു വരാൻ, ഒരു കലാകാരി എന്ന നിലയിൽ വളർന്നു വരാനും ഇൻസ്പയർഡ് ആവാനും ഒക്കെ ഉള്ളൊരു വേദിയാണ്. എത്ര നാളായി നൃത്തം അഭ്യസിക്കുന്നു? ഞാൻ വർഷം അങ്ങനെ ഓർമ്മയുണ്ട്. എൻ്റെ 1ാം ക്ലാസ് മുതൽ, അതിന് മുന്നേ എന്ന് പറഞ്ഞ പോലെ തന്നെ നൃത്ത പഠനം ആരംഭിച്ചാണ് കലാമണ്ഡലം ലീലാമണി ടീച്ചറിൻ്റെ. അപ്പോൾ ആദ്യ ദിവസം മുതൽ തന്നെ കലോത്സവ നഗരിയിൽ നൃത്തം വേദികളിൽ സജീവമാണ്. ഈ സ്വന്തം കലോത്സവ ഓർമ്മകളിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ ഇപ്പോൾ നൃത്ത ചുവടുകളിൽ വ്യത്യാസം വരാനൊന്നും സാധ്യതയില്ല, എങ്കിലും നൃത്ത അന്തരീക്ഷത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് നൃത്ത ഇനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല, നമ്മൾ കാലത്തിനനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ചിലപ്പോൾ ഇത്തിരി നല്ല രീതിയിലും ആവാം. കുറച്ചുകൂടി കുച്ചിപ്പുടിയൊക്കെ സംബന്ധിച്ച് ഇത്തിരി കൂടി നല്ല രീതിയിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അന്തരീക്ഷം പറയുകയാണെങ്കിൽ ഇത്തിരി കൂടി പ്രശ്നമാണ്. കുറച്ചൊക്കെ ജഡ്ജ്മെൻറ്റിൽ വരുന്ന അപാകതകളെ കുറിച്ചുള്ള പ്രശ്നങ്ങളും പിന്നെ കുട്ടികളുടെ വിഷമങ്ങളും ഒക്കെ ഇത്തിരി കൂടി കുട്ടികൾ ഇത്തിരി കൂടി റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ നേരിട്ട് കണ്ട് ഒരു സ്റ്റോറി ഇന്നലെ ചെയ്തിരുന്നു. അതായത് ഈ പുതിയ കാലത്തെ പിള്ളേർക്ക് ഈ 25 വേദിയിലൊന്നുമല്ല, അതിനപ്പുറത്തൊരു ചെറിയ സ്പേസ് കിട്ടിയാൽ അവിടെയും പോയി അവർ ആഘോഷിക്കുകയാണ്. അതാണ് അവരുടെ ഒരു രീതി. എന്നിട്ട് ആ കുട്ടികൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അഭിനയിക്കാൻ ഒരു പേടിയില്ല, ഞങ്ങൾക്ക് ചുവടുവെക്കാൻ ഒരു പേടിയില്ല, ഞങ്ങളുടെ മനസ്സ് തീരുമാനിക്കും, അത് ശരിയെന്ന് തോന്നിയാൽ ഞങ്ങളത് ചെയ്യും. എനിക്ക് തോന്നുന്നു കുട്ടികൾ കുറച്ചുകൂടി ആർട്ട് ഫോമിനെ മനസ്സിലാക്കി, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സൈഡ് മനസ്സിലാക്കി, എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധത്തോടെ ചെയ്യണം എന്ന് തോന്നുന്നു. പിന്നെ റിയാക്ഷനെ കുറിച്ച് പറയുമ്പോൾ അറിയില്ല, അത് പിന്നെ ജഡ്ജസിനെ നേരിട്ട് പോയി കയർക്കാനും സംസാരിക്കാനും എന്താണ് അവരുടെ തെറ്റെന്ന് അറിയാനുള്ളൊരു അവകാശം അവർക്കുണ്ട്. കയർക്കാനല്ല, ബട്ട് സ്റ്റിൽ എന്താണ് താൻ ചെയ്തതിലുള്ള തെറ്റെന്ന് അറിയാനുള്ളൊരു അവകാശം കുട്ടികൾക്കുണ്ട്. നമുക്ക് 2 സ്റ്റെപ്പ് വെപ്പിച്ചോ, വേണമെങ്കിൽ പാടും, ടീച്ചർ ആടും, ടീച്ചർ തന്നെ വെക്കട്ടെ അല്ലേ? അപ്പോൾ അത് നമുക്ക് ഒരു പാട്ട് കൂടി കാർത്തികാഞ്ജനെ നമുക്ക് പാടിപ്പിച്ച് അവസാനിപ്പിക്കാം. അത് വേറെ. ഓക്കെ. പാടും.
അപ്പോൾ താങ്ക് യു മാഡം. ഏതായാലും എത്ര നന്നായ മെയ് വഴക്കത്തോടെ കണ്ണുകൊണ്ട് അഭിനയിച്ച് എത്ര മനോഹരമായാണ് ഇങ്ങനെ ഡാൻസ് അതായത് കളിക്കുന്നത്. ഈ പിന്നെ വേഷം കൂടി പൂർണ്ണമായാലേ നൃത്തം പൂർണ്ണമാവും അല്ലേ? എന്നിട്ട് പോലും മാഡത്തിന്റെ ചുവടുകൾ ആ ഭാവമൊക്കെ വളരെ എങ്ങനെ അങ്ങനെ സംഭവിക്കാതിരിക്കും? കലാമണ്ഡലം ഉൽപ്പന്നമാണല്ലോ. നല്ല രസം. ഇനി നമ്മുടെ ഇത് കാർത്തികാഞ്ജന ഞങ്ങളുടെ വെബിലെ പുതിയ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കാർത്തികാഞ്ജനക്ക് ഒരു ചോദ്യം ചോദിക്കാണ്ടെന്ന് പറഞ്ഞു. ചോദ്യം ചോദിക്കാനുണ്ടോന്നാ? ചോദിക്കാനുണ്ട്. ഓക്കെ. അല്ല അങ്ങനെയല്ല, ഒരു ചെറിയൊരു ഡൗട്ടാണ്. നമ്മളിപ്പം കൂടുതലും ഇവിടെ ഇപ്പോൾ കോമ്പറ്റീഷൻ ഈ ലെവലിൽ ഏഷ്യാസ് ലാർജസ്റ്റ് കോമ്പറ്റീഷൻ ആണ്. അപ്പം ഇങ്ങനെയൊക്കെ ആയിട്ടും കൂടുതലും ഈ കുട്ടികൾ കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു ഗ്രേഡ് പോയിന്റ്സിന് വേണ്ടി അത് കഴിഞ്ഞാൽ പിന്നെ പലരും വേറെ കരിയർ ഫീൽഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിൻ്റെതായ ഇൻകം ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് പേരൻസിൻ്റെ പ്രഷർ കഴിയുകയാണെങ്കിലും അവർ വേറെ ഇതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക ജസ്റ്റ് ഫോർ കോമ്പറ്റീഷൻ. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും പഴയൊരു ഗുരുകുല സിസ്റ്റമോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി ഫിലോസഫി ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ ജസ്റ്റ് കോമ്പറ്റീഷന് വേണ്ടി മാത്രമാണ് ടീച്ച് ചെയ്ത് പോകുന്ന ആ ഒരു ഇതും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് മാമിന് എന്താ പറയാനുള്ളത്? അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ അല്ലാത്തൊരു വിഭാഗം ഗുരുക്കന്മാരും ഉണ്ട്. അതിനെക്കുറിച്ച് ഹിസ്റ്റോറിക്കലായിട്ടും എന്താണ് ഈ ആർട്ട് ഫോം, എവിടെ നിന്നാണ് ഈ ആർട്ട് ഫോം, എന്തൊക്കെയാണ് ഇതിൻ്റെ രീതികൾ, ചിട്ടകൾ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ ചില എല്ലാ മേഖലയിലും രണ്ടും ഉള്ളതുപോലെ തന്നെ കുറച്ച് പേര് അതല്ലാതെയും വളരെ ഒരു കോമ്പറ്റീഷന് വേണ്ടി മാത്രം വളരെ ആക്റ്റീവായി നിന്ന് എന്നാൽ പെട്ടെന്ന് ആ ഫീൽഡിൽ നിന്ന് നമ്മൾ കാണാൻ സാധിക്കാത്ത കുറേ കലാകാരിമാരും ഉണ്ട്. പക്ഷെ എനിക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു കലാരൂപം പഠിക്കുമ്പോൾ ആദ്യം കുട്ടികൾക്ക് അതിനോടൊരു താല്പര്യം വേണം. അല്ലാണ്ട് നമ്മൾക്ക് ആ ആർട്ട് ഫോമിനോട് ശരിക്കും ഇഷ്ടത്തോടെ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഫീൽഡിൽ തന്നെ മുന്നോട്ട് പോകും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കലാകാരി എന്നുള്ള നിലയിൽ നമുക്ക് ആ മനസ്സിൽ അതിനെ അറിയാനുള്ളൊരാഗ്രഹം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഫീൽഡിൽ തന്നെ നിൽക്കും. പിന്നെ നമുക്ക് എല്ലാവരും വേണ്ട, അത്രയും കലയെ സ്നേഹിക്കുന്ന കലയോട് താല്പര്യമുള്ളവർ മാത്രം ഞാൻ ചോദിക്കാൻ കാര്യം ഇപ്പൊ IKS-ന്റെ ഒക്കെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ഒക്കെ ബേസിസിൽ നമുക്കിപ്പോൾ ഡാൻസ് ആണെങ്കിലും ആർട്ട് ഫോംസ് ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഒരുപാട് ഓപ്ഷൻസ് തരുന്നുണ്ട്. റിസർച്ച് ആണെങ്കിലും എല്ലാം ഗ്രാൻഡ് ഉണ്ട്. അതെ 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 കുട്ടികൾക്ക് ആക്ച്വലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെതായാലും അല്ല കേരള സംഗീത അക്കാദമിൻ്റെതായാലും ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പഠിക്കാനായാലും തുടർന്ന് റിസർച്ച് ചെയ്യാനായാലും എനിക്കും ഫെലോഷിപ്പ് കിട്ടിയതാണ് കേന്ദ്ര സംഗീത അക്കാദമിയുടെ. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ എനിക്ക് തോന്നുന്നു പഴയതുപോലെ അല്ല, കുറച്ചുകൂടിയൊക്കെ അവർ അവെയർ ആണ്. എന്തൊക്കെ നമുക്ക് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞങ്ങളുടെയൊക്കെ തുടക്കകാലത്ത് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നോ, ഇതിൽ തന്നെ എന്താണ് ഇതിനുള്ളൊരു ഫ്യൂച്ചർ എന്നോ അല്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും വളരെ സ്മാർട്ടാണ്. ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ അവരതിൻ്റെ എന്താണ് അതിൻ്റെ നെക്സ്റ്റ് നോക്കി പഠിക്കുന്ന സമയത്ത് രണ്ടു തരം കുട്ടികളുണ്ടെന്ന് പറയും. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ, അതായത് കാണാതെ പഠിക്കുന്നവരും മനസ്സിലാക്കി പഠിക്കുന്നവരും. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും അത് മനസ്സിലാക്കി പഠിക്കുന്നവരാണ് എന്നതാണ് ശരി. കുട്ടികളൊക്കെ ഭയങ്കര സ്മാർട്ടാണ് ശരിക്കും. നമ്മളെക്കാളും അവരിൽ നിന്നും പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ഡോക്ടർ അശ്വിനി. താങ്ക് യു സോ മച്ച്.